ആദ്യമായി ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരു വ്യക്തിക്ക് പലപ്പോഴും പറഞ്ഞു കൊടുക്കാത്ത എന്നാൽ അറിയേണ്ടതായ അത്യാവശ്യമായ ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് എന്താണ് ബ്രേക്ക് എന്നുള്ളത്. നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ളൊരു വാക്കാണ് ബ്രേക്ക്. എന്നാൽ ഒരു വാഹനത്തിനകത്ത് എന്താണ് ബ്രേക്കിംഗ് സിസ്റ്റം എന്നുള്ളത് വളരെ കൃത്യതയോടുകൂടെ നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഏതൊക്കെ തരത്തിലുള്ള ബ്രേക്കിംഗ് സിസ്റ്റമുണ്ട്, ആ ബ്രേക്കിംഗ് സിസ്റ്റം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഓരോ സാഹചര്യങ്ങളിൽ ആ ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ ഏത് ബ്രേക്കിംഗ് സിസ്റ്റം അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും എന്താണ് ബ്രേക്കിംഗ് സിസ്റ്റം എന്നറിയാത്തത് കൊണ്ട് തന്നെ തുടക്കക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് രണ്ട് തരത്തിലുള്ള ബ്രേക്കിംഗ് സിസ്റ്റമുണ്ട്. ഒന്ന് ഡിസ്ക് ബ്രേക്ക്, രണ്ട് ഡ്രം ബ്രേക്ക്. ഇത് രണ്ടും രണ്ട് മെക്കാനിസമാണ് എന്നുള്ളതാണ് വസ്തുത. നമ്മളെല്ലാവരും സൈക്കിൾ കണ്ടിരിക്കുവാനും സൈക്കിൾ ഓടിച്ചിരിക്കുവാനും സാധ്യതയുണ്ട്. സൈക്കിളിൽ യൂസ് ചെയ്തിരിക്കുന്ന ബ്രേക്കിംഗ് സിസ്റ്റം നമുക്ക് കണ്ണാലെ കണ്ട് മനസ്സിലാക്കാവുന്ന ഒന്നാണ്. രണ്ട് റബ്ബർ ബുഷ് സൈക്കിളിൻ്റെ വീലിൻ്റെ മെറ്റൽ ഭാഗത്ത് അതിൻ്റെ സൈഡിലായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ടാവും. നമ്മൾ സൈക്കിളിലെ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ റബ്ബർ ബുഷ് വന്ന് വീലിലെ മെറ്റൽ ഭാഗത്ത് പ്രസ്സാകുകയും അങ്ങനെ ആ റബ്ബർ ബ്രഷിലെ പ്രഷർ കാരണം ആ വീലിൽ അനുഭവപ്പെടുന്ന മർദ്ദമാണ് ശരിക്കും ആ ബ്രേക്കിംഗ് സിസ്റ്റമായി സൈക്കിളിൽ ആക്ട് ചെയ്യുന്നത്. ആ റബ്ബർ ബുഷ് മെറ്റൽ ബുഷിനകത്ത് പ്രഷർ ചെലുത്തുമ്പോൾ അതിൻ്റെ വേഗത കുറയുകയും ഓടിക്കൊണ്ടിരിക്കുന്ന സൈക്കിൾ സ്റ്റോപ്പ് ആകുകയും ചെയ്യുന്നു. ഇതുപോലെ തന്നെയാണ് വാഹനങ്ങളിലെയും ബ്രേക്കിംഗ് സിസ്റ്റം. പ്രധാനമായും വെഹിക്കിളിൻ്റെ വീൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ സ്പീഡിൻ്റെ ആ മൊമെൻറ്റത്തിൻ്റെ സ്പീഡ് കുറച്ച് സ്ലോ ആക്കുന്നതിന് വേണ്ടിയും നിർത്തുന്നതിന് വേണ്ടിയും സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുമാണ് ഇത്തരത്തിലുള്ള ബ്രേക്കിംഗ് സിസ്റ്റം ഉപയോഗിക്കുക. അപ്പോൾ കാറിൽ ഉപയോഗിക്കുന്ന ബ്രേക്കിംഗ് സിസ്റ്റത്തിൻ്റെ ഒന്നാമത്തെ പണ്ട് മുതലേ പുരാതന കാലത്തെ ഉപയോഗിച്ച് വരുന്ന ബ്രേക്കിംഗ് സിസ്റ്റം ഡ്രം ബ്രേക്കിംഗ് സിസ്റ്റമാണ്. ഒരു ഡ്രമ്മിനകത്ത് റബ്ബർ ബുഷ് വെച്ചതിന് ശേഷം ആ ഡ്രമ്മിൽ മർദ്ദം ചുലുത്തി ആ ഡ്രമ്മിനെ സ്റ്റോപ്പ് ചെയ്യുന്ന സ്ലോ ആക്കുന്ന ഒരു പ്രോസസ്സാണ് ഡ്രം ബ്രേക്ക്. ഇതുപോലെ മറ്റൊരു ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഡിസ്ക് ബ്രേക്ക്. ഒരു ഡിസ്കിൻ്റെ സൈക്കിളുള്ളതുപോലെ തന്നെ സൈക്കിളിലെ ബ്രേക്കിംഗ് സിസ്റ്റം പോലെ തന്നെ ഒരു ഡിസ്കിൻ്റെ രണ്ട് സൈഡിലും ഘടിപ്പിച്ചിരിക്കുന്ന ബുഷുകൾ തമ്മിൽ പ്രഷർ ചുലുത്തി ആ ഡിസ്കിൻ്റെ മൊമെൻറ്റം കുറയ്ക്കുന്നതാണ് ഡിസ്ക് ബ്രേക്ക് സിസ്റ്റം. മിക്കവാറും ഇന്നത്തെ മോസ്റ്റ് മോഡേൺ ബൈക്കുകളുടെ ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്കാണ്. ഇച്ചിരി പഴയ ബൈക്കാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും ബാക്ക് സൈഡിൽ ഡ്രം ബ്രേക്കുമായിരിക്കും. ഓക്കെ, കാറിലും ഇതുപോലെ തന്നെയാണ്. ഡ്രം ബ്രേക്കും ഡിസ്ക് ബ്രേക്കും കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കുകയും ഡിസ്ക് ബ്രേക്ക് മാത്രം ഉപയോഗിക്കുന്ന കാറുകളും ഇന്ന് നിലവിലുണ്ട്. സോ അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മുടെ സബ്ജക്റ്റ് എന്തിനാണ് ബ്രേക്ക്, എങ്ങനെയാണ് ഈ ബ്രേക്ക് ശരിക്കും വർക്ക് ചെയ്യിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ആധികാരികമായി ചിന്തിക്കുവാനായി ആഗ്രഹിക്കുന്നത്. സോ രണ്ട് കാരണങ്ങൾക്കാണ് ബ്രേക്ക് ഉപയോഗിക്കുന്നത്. ഒന്ന്, ഓടിക്കൊണ്ടിരിക്കുന്ന വളരെ വേഗത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൻ്റെ സ്പീഡ് കുറയ്ക്കുന്നതിന് വേണ്ടി ബ്രേക്ക് അപ്ലൈ ചെയ്യാറുണ്ട്. രണ്ട്, ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തെ സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടി നിർത്തുന്നതിന് വേണ്ടിയും ബ്രേക്ക് അപ്ലൈ ചെയ്യാറുണ്ട്. പല വാഹനങ്ങളിലും ബ്രേക്കിംഗ് സിസ്റ്റം പല രീതിയിലാണെന്നുള്ളത് ഓർക്കുക. ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന എല്ലാ കാറുകൾക്കും നമ്മുടെ കാല് കൊണ്ട് അപ്ലൈ ചെയ്ത് നിർത്തുവാൻ പറ്റുന്ന ബ്രേക്ക് പെഡൽ ഉപയോഗിച്ച് ആ ബ്രേക്ക് പെഡലിൽ കാല് വച്ച് പ്രഷർ ചെലുത്തുമ്പോൾ വണ്ടി സ്ലോ ആകുകയും നിൽക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും കോമണായി കണ്ടുവരുന്ന ബ്രേക്കിംഗ് സിസ്റ്റം. ഇതിനോടൊപ്പം ഇതിന് പാരലായിട്ട് അഡീഷണലായിട്ട് ഹാൻഡ് ബ്രേക്കിംഗ് സിസ്റ്റവും ഉണ്ട്. നമ്മുടെ കൈകൊണ്ട് ലിവർ വലിച്ച് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന ഹാൻഡ് ബ്രേക്കും ഇന്ന് എല്ലാ കാറുകളിനകത്തും ഉണ്ട്. ഇത് രണ്ടും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ലെഗ് കൊണ്ട് കാലുകൊണ്ട് അപ്ലൈ ചെയ്യുന്ന ബ്രേക്കിനോടൊപ്പം കൈകൊണ്ട് അപ്ലൈ ചെയ്യുന്ന ഹാൻഡ് ബ്രേക്കും രണ്ടും ഒരു കാറിലുണ്ടാകും. പഴയ കാലത്ത് ഹാൻഡ് ബ്രേക്ക് കാറുകളിലൊന്നും യൂസ് ചെയ്തിരുന്നില്ല. കാലുകൊണ്ട് അപ്ലൈ ചെയ്യുന്ന ബ്രേക്ക് മാത്രമേ യൂസ് ചെയ്തിരുന്നുള്ളൂ. ഇന്നും നിങ്ങൾ ഏതെങ്കിലും ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി അവിടുത്തെ ഒരു വാഹനത്തിലാണ് നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നതെങ്കിൽ
പഴയ അംബാസഡർ കാറോ പഴയ ജീപ്പിലോ ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. മറിച്ച് നിങ്ങൾ പുതിയ കാറിലാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ, ഡ്രൈവിംഗ് പഠിക്കുന്നതെങ്കിൽ, പുതിയ എല്ലാ കാറിനകത്തും കാലിലുള്ള ബ്രേക്കിനോടൊപ്പം തന്നെ ഹാൻഡ് ബ്രേക്കും ഉണ്ടാകും. ബ്രേക്കിംഗ് സിസ്റ്റം വാഹനങ്ങളിൽ ഉള്ളത് കൊണ്ടാണ് ഒരു വണ്ടിയെ നമുക്ക് അതിവേഗം ഓടിക്കുവാനായി സാധിക്കുന്നത്. എത്രത്തോളം ഒരു വണ്ടി സ്പീഡിൽ പോകുന്നുണ്ടോ, എത്ര സ്പീഡിൽ പോയാലും ആ വണ്ടിയെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് സ്ലോ ആക്കാനും നിർത്താനും സാധിക്കുമെന്നുള്ള കോൺഫിഡൻസാണ് വണ്ടിയെ സ്പീഡിൽ ഓടിക്കുവാനായി നമ്മെ പ്രേരിപ്പിക്കുന്ന അടിസ്ഥാന ഘടകം. ഒരിക്കലും ബ്രേക്കിംഗ് സിസ്റ്റം പ്രോപ്പർ അല്ലാത്ത ഒരു വണ്ടി നമ്മൾ ഒരു കാരണവശാലും സ്പീഡിൽ ഓടിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ബ്രേക്കിംഗ് സിസ്റ്റം പക്കയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ആ വാഹനത്തെ നമ്മൾ മാക്സിമം സ്പീഡിൽ ഓടിക്കത്തുള്ളൂ. അപ്പോൾ ഒരു വാഹനത്തിൻ്റെ ബേസിക്കായിട്ടുള്ള ഏറ്റവും അവിഭാജ്യമായ ഘടകം എന്താണെന്ന് ചോദിച്ചാൽ ആ വാഹനത്തെ സ്ലോ ചെയ്യുവാനും നിർത്തുവാനും സാധിക്കുന്ന ഒരു സിസ്റ്റം, ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട് എന്നുള്ള കോൺഫിഡൻസാണ് നമ്മെ കാറിനെ അനായാസം ഓടിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. ഒരു വാഹനത്തിൻ്റെ സ്പീഡ് നിയന്ത്രിച്ച് അതിൻ്റെ സ്പീഡ് കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ബ്രേക്കിംഗ് സിസ്റ്റം അത്യാവശ്യമാണ്. ഇതുപോലെ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തെ സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടി, നിർത്തുന്നതിന് വേണ്ടിയും ബ്രേക്ക് അത്യാവശ്യമാണ്. ഇനി അടുത്ത് എങ്ങനെയാണ് ഒരു വണ്ടിയിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതെന്നാണ് രണ്ടാമത്തെ കാര്യം. ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് സാധാരണ രീതിയിൽ വളരെ പ്രോഗ്രസീവായിട്ടുള്ള രീതിയിലാണ് ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ആദ്യം ഹാൻഡ് ബ്രേക്ക് ആണെങ്കിൽ പതിയെ കൈവച്ച് പതിയെ മെല്ലെ അതിൻ്റെ പ്രഷർ കൂട്ടി അങ്ങനെയാണ് ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്യുക. നമ്മുടെ ഗിയറില്ലാത്ത സ്കൂട്ടറുകളിലും സൈക്കിളിലുമെല്ലാം ഹാൻഡ് ബ്രേക്കാണ്. ബൈക്കുകളിലും കാറുകളിലുമെല്ലാം നമ്മുടെ കാലുകൊണ്ട് അപ്ലൈ ചെയ്യുന്ന ബ്രേക്കിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ആ ബ്രേക്ക് പെഡലിൻ്റെ പുറത്ത് കാല് മെല്ലെ വെച്ചതിന് ശേഷം പതിയെ പ്രഷർ താഴോട്ട് ചെലുത്തി മെല്ലെയാണ് ബ്രേക്ക് അപ്ലൈ ചെയ്യുക. അതായത് കാറിൻ്റെ സ്പീഡ് എത്രത്തോളം കുറയ്ക്കണമോ അത്രത്തോളം ആ പെഡൽ താഴോട്ട് അമർത്തിയിട്ടായിരിക്കും നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുക. പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായി, ഒരാൾ പെട്ടെന്ന് ക്രോസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു വണ്ടി പെട്ടെന്ന് ഫ്രണ്ടിലൂടെ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ പ്രഷർ കുറച്ചുകൂടെ സഡൻ ആക്കും, കുറച്ചുകൂടെ റാപ്പിഡ് ആക്കും. നമ്മൾ പെഡലിലേക്ക് കാല് പെട്ടെന്ന് വെച്ചിട്ട് പെട്ടെന്ന് പ്രഷർ കൊടുക്കുമ്പോൾ അത്രയും ക്വിക്കായി സ്ലോയിലേക്ക് അല്ലെങ്കിൽ നിൽക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെടും. അപ്പോൾ ഏതാണോ നമ്മുടെ ആവശ്യം അതിനനുസരിച്ചാണ് എത്രത്തോളം പ്രഷർ ബ്രേക്ക് പെഡലിൽ കൊടുക്കണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. ഈ തരത്തിലാണ് വണ്ടിയുടെ വീലിൻ്റെ മൊമെൻറ്റം നിയന്ത്രിച്ചുകൊണ്ട് ബ്രേക്കിംഗ് സിസ്റ്റം അപ്ലൈ ചെയ്യുക. ഇത് മോട്ടോർ വാഹനങ്ങളിൽ കോമണായി ഉപയോഗിക്കുന്ന ഒരു ബ്രേക്കിംഗ് സിസ്റ്റത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതുപോലെ തന്നെ മറ്റൊരു ബ്രേക്കിംഗ് സിസ്റ്റം കൂടെ മോട്ടോർ വെഹിക്കിളിൽ ഉണ്ട്. അത് എൻജിൻ്റെ സ്പീഡിനെ നിയന്ത്രിച്ചുകൊണ്ട് വണ്ടിയെ സ്ലോ ചെയ്യുന്ന, നിർത്തുന്ന മറ്റൊരു മെക്കാനിസമാണ് ഡൈനാമിക് ആയിട്ടുള്ള ബ്രേക്കിംഗ് സിസ്റ്റം. ഈ ബ്രേക്കിംഗ് സിസ്റ്റവും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. പല സന്ദർഭങ്ങളിലും നമ്മുടെ കാലുകൊണ്ടുള്ള ബ്രേക്കിംഗ് സിസ്റ്റം അപ്ലൈ ചെയ്യുന്നതിന് പകരം ഗിയറിൻ്റെ കൺട്രോൾ ഉപയോഗിച്ച്, ഗിയറിൻ്റെ മാനേജ്മെൻറ്റ് ഉപയോഗിച്ച്, എൻജിൻ്റെ കൺട്രോളിംഗ് ഉപയോഗിച്ച് നമുക്ക് വണ്ടിയുടെ മൊമെൻറ്റത്തെ നിയന്ത്രിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അപ്പോൾ ഒരു ആൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ ഒരു സെക്കൻഡറി ബ്രേക്കിംഗ് സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻജിൻ്റെ പ്രവർത്തനത്തെ തന്നെ നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് വാഹനത്തിൻ്റെ വേഗത നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്. ചില സാഹചര്യങ്ങളിൽ കാലുകൊണ്ടുള്ള ബ്രേക്കിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവ് ആകുന്നത് എൻജിൻ്റെ എഫിഷ്യൻസിയെ കൺട്രോൾ ചെയ്തുകൊണ്ടുള്ള ബ്രേക്കിംഗ് സിസ്റ്റമാണ്. പ്രത്യേകിച്ച് ഇറക്കമിറങ്ങുമ്പോഴും കയറ്റം കയറുമ്പോഴും അങ്ങനെയുള്ള ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കാലുകൊണ്ടുള്ള ബ്രേക്കിനേക്കാൾ യൂസ്ഫുൾ ആകുന്നത് ഗിയറിനെ മാനേജ് ചെയ്തുകൊണ്ട്, എൻജിനെ മാനേജ് ചെയ്തുകൊണ്ടുള്ള ബ്രേക്കിംഗ് സിസ്റ്റമാണ്. അതെന്താ അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചാൽ, നമ്മൾ കാലുകൊണ്ടുള്ള ബ്രേക്കിംഗ് സിസ്റ്റം അപ്ലൈ ചെയ്യുമ്പോൾ ഡിസ്കായാലും ഡ്രം ആണെങ്കിലും ആ ബ്രേക്കിൻ്റെ പ്രഷർ കൊണ്ട് ചൂടുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഒത്തിരി സമയം ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ഷൂ തേഞ്ഞു പോകുവാനും
ചൂട് കാരണം വെയർ ആൻഡ് ടയർ സംഭവിക്കുവാനുമുള്ള സാധ്യത കൂടുതലാണ്. എസ്പെഷ്യലി ഹൈ റേഞ്ച് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന സമയത്ത് കൂടുതൽ കാൽ കൊണ്ടുള്ള ബ്രേക്കിംഗ് സിസ്റ്റം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ബ്രേക്ക് ഷൂ തേഞ്ഞു പോകുവാനും ബ്രേക്ക് ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെടുവാനും സാധ്യതയുണ്ട്. ഹൈ റേഞ്ചിൽ കാലുകൊണ്ട് അപ്ലൈ ചെയ്യുന്ന ബ്രേക്കിംഗ് സിസ്റ്റത്തേക്കാൾ എഫക്റ്റീവ് ഗിയർ മാനേജ് ചെയ്ത് എൻജിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ബ്രേക്കിംഗ് അപ്ലൈ ചെയ്യുന്നതാണ് എഫക്റ്റീവായി റെക്കമെൻഡ് ചെയ്യുന്ന കാര്യം. തീർച്ചയായിട്ടും കാലുകൊണ്ട് അപ്ലൈ ചെയ്യുന്ന ബ്രേക്കിംഗ് സിസ്റ്റം വളരെ പെട്ടെന്ന് നമുക്ക് പഠിക്കാമെങ്കിൽ ഗിയറിനെ മാനേജ് ചെയ്തുകൊണ്ട് എൻജിനെ കൺട്രോൾ ചെയ്തുകൊണ്ടുള്ള ബ്രേക്കിംഗ് സിസ്റ്റം ഒരല്പം പരിചയസമ്പന്നതയോടുകൂടെ യൂസ് ചെയ്യേണ്ട ഒന്നാണ്. അത് തീർച്ചയായിട്ടും ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഒരാൾ നിങ്ങളോടൊപ്പം ഇരുന്ന് നിങ്ങൾക്കതിനെക്കുറിച്ച് പറഞ്ഞു തരുമ്പോൾ മാത്രമേ സാഹചര്യങ്ങളനുസരിച്ച് അതെങ്ങനെയാണെന്നുള്ളത് വ്യക്തമാകത്തുള്ളൂ. ഇപ്പോൾ സൈക്കിൾ ഓടിച്ച് അല്ലെങ്കിൽ ഗിയറില്ലാത്ത സ്കൂട്ടർ ഓടിച്ച് പരിചയമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എപ്പോൾ ബ്രേക്ക് ചെയ്യണം, എങ്ങനെ ബ്രേക്ക് ചെയ്യണം എന്നുള്ളത് അനായാസമായി നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ മോട്ടോർ വാഹനങ്ങളിലെ എൻജിനെ കൺട്രോൾ ചെയ്തുള്ള ബ്രേക്കിംഗ് സിസ്റ്റം എങ്ങനെ എന്നുള്ളത് എക്സ്പെർട്ടായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് സാഹചര്യങ്ങൾ അനുസരിച്ച് അതെങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് മനസ്സിലാക്കുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം. സോ ഈ വീഡിയോയിൽ കാലുകൊണ്ട് അപ്ലൈ ചെയ്യുന്ന ബ്രേക്കിംഗ് സിസ്റ്റമുണ്ട്, കൈകൊണ്ട് അപ്ലൈ ചെയ്യുന്ന ബ്രേക്കിംഗ് സിസ്റ്റമുണ്ട്, ഒപ്പം മോട്ടോർ വാഹനങ്ങളാണെങ്കിൽ എൻജിനെ കൺട്രോൾ ചെയ്യുന്നൊരു ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട് എന്നും പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനകരമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ അടുക്കിലേക്ക് എത്തുന്നതുവരെയും നന്ദി, നമസ്കാരം.